വിവാദങ്ങളുടെ കാർമേഘങ്ങൾ അരിമ്പൂരിന്റെ ആകാശത്ത് അധികം കാണാനില്ല. 5 വർഷം വികസന പെയ്ത്തെന്ന് ഭരണപക്ഷം അവകാശപ്പെടുന്നു. പാഴാക്കിക്കളഞ്ഞ ഭരണകാലയളവെന്ന പ്രതിരോധവുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട്. വയലേലകളിലൂടെ താളം പിടിച്ചെത്തുന്ന കാറ്റിന്റെ ഈണം കേട്ടുണരുന്ന നാടാണ് അരിമ്പൂർ. കോൾനിലങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഭൂപ്രദേശം. അരിയുള്ള ഊരാണത്രേ അരിമ്പൂരായി മാറിയത്. 4 CPM 8 സീറ്റ് സ്വന്തമാക്കിയപ്പോൾ CPI 1 വാർഡ് നേടി. ഒരു ഇടതു സ്വതന്ത്രനും ജയിച്ചു കയറിയതോടെ LDF അംഗസംഖ്യ ഇരട്ടയക്കത്തിലെത്തി. കോൺഗ്രസിന് 6 സീറ്റ് ലഭിച്ചു. 1 സീറ്റ് BJPയും അക്കൗണ്ടിൽ കുറിച്ചു. CPMിലെ സ്മിത അജയകുമാറാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മനുഷ്യപക്ഷത്തു നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ 5 വർഷവും ഊന്നൽ നൽകിയതെന്ന് പഞ്ചായത്ത് ഭരണ നേതൃത്വം പറയുന്നു. മനുഷ്യ വിഭവശേഷി ഉൾച്ചേർത്തുകൊണ്ട് വിഭവ സ്രോതസ്സുകളുടെ സാധ്യതകൾ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉപയോഗപ്പെടുത്താനായി എന്നാണ് വാദം. വയോസൗഹൃദ പഞ്ചായത്ത് എന്ന അഭിമാന നേട്ടവും നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നു. ആദ്യത്തെ സംസ്ഥാന സൗഹൃദ പഞ്ചായത്ത് എന്ന അവാർഡ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് നേടിയത് 2022-23 വർഷത്തിലെ ഏറ്റവും നല്ല ഭിന്നശേഷി അവാർഡ് അരിമ്പൂർ പഞ്ചായത്താണ് നേടിയത്. വയോജന സൗഹൃദ പഞ്ചായത്താന്ന് പറഞ്ഞിട്ട് പോലും പഞ്ചായത്തിൻ്റെ വയോജനങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ഈ വക മേഖലകളിൽ, സർവീസ് മേഖലയിൽ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയാലും പഞ്ചായത്തിലായാലും അവർക്ക് പ്രത്യേക ഒരു പരിഗണന കിട്ടാണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നവീകരിച്ചു. ആധുനിക രീതിയിലുള്ള കല്യാണ മണ്ഡപവും ഉദ്ഘാടനത്തിന് തയ്യാറായി. ഈ പഞ്ചായത്ത് ഓഫീസ് വളരെ പഴയ കാലത്തെ ഒരു ഓഫീസായിരുന്നു. അത് ഇന്ന് നവീന രീതിയിലേക്ക് ഞങ്ങളത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സാധാരണക്കാർക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാള്, നമ്മുടെ എന്നെ ദേവസ്യക്കുട്ടി സ്മാരക കമ്മ്യൂണിറ്റി ഹാളാണ്. 25 വർഷം പഴക്കമുള്ള കമ്മ്യൂണിറ്റി ഹാള്. എന്നാൽ നല്ല വലിയ 5000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള കമ്മ്യൂണിറ്റി ഹാള് ഇന്ന് എയർ കണ്ടീഷൻ ചെയ്തിട്ട് ഏറ്റവും മികച്ച ഒരു കമ്മ്യൂണിറ്റി ഹാളാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് വെള്ളത്തിൻ്റെ ലഭ്യത ഇപ്പോഴും പരിഹരിക്കാതെയാണ് ഈ 1 കോടി രൂപ മോഡിഫിക്കേഷൻ വേണ്ടി ചെലവഴിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. വികസനത്തിന് എതിരല്ലെന്നും എന്നാൽ ധൂർത്തിന് കൈയടിക്കാനില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതുപോലെ ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ നല്ല കെട്ടിടമൊക്കെ, പക്ഷേ നമ്മുടെ വരുമാന പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ സാധാരണക്കാരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഡംബരങ്ങളിലേക്ക് കിടക്കേണ്ടത്. ഉൽപാദന മേഖലയിൽ കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, ക്ഷീരവികസനം എന്നീ രംഗങ്ങളിൽ ശ്രദ്ധയൂന്നി. കൃഷിക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഹിതം മാറ്റിവെക്കുന്നത്. അപ്പോൾ പാടശേഖരങ്ങളിലെ ഇടപെടലുകൾ ഇപ്പോൾ KLDCയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 32 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പാടശേഖരങ്ങളിൽ നടത്താൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തരിശുരഹിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ഈ പഞ്ചായത്തിന് ചുറ്റും തരിശു നിലങ്ങൾ കിടക്കുക. തരിശായി കിടക്കാനുള്ള കാരണം ജലസേചന സൗകര്യങ്ങളില്ലാത്തതാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, കുടിവെള്ളം തുടങ്ങിയ മേഖലകളിലും നേട്ടങ്ങളുടെ പട്ടിക നിരത്തുന്നു. BMBC നിലവാരത്തിൽ പഞ്ചായത്ത് നിർമ്മിച്ച വെളുത്തൂർ വിളക്കുമാടം റോഡും നേട്ടപ്പട്ടികയിൽ മുന്നിലുണ്ട്. ഇവിടുത്തെ വഴികൾ, നാട്ടിട വഴികളടക്കം ഇന്ന് കോൺക്രീറ്റിങ്ങും ടാറിങ്ങും അതുപോലെയുള്ള ടൈലിംഗ് അടക്കം ചെയ്തുകൊണ്ട് യാത്രാ സൗകര്യം എന്ന നിലയിലെ ഒരു ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ആവശ്യം എന്ന നാടിനെ പൊതുശ്മശാനം, അതും ഇവരുടെ പ്രകടനപത്രികയിലുണ്ടായിരുന്നു. ആ പൊതുശ്മശാനത്തിലുള്ള ഒരു നടപടിയും ആരംഭം കുറിച്ചിട്ടില്ല. വാർഡ് പുനർവിഭജനത്തിന് ശേഷം 3 വാർഡ് കൂടിയതോടെ ആകെ വാർഡുകളുടെ എണ്ണം 20ആയി. പരമ്പരാഗത ശക്തി കേന്ദ്രമെന്ന് അഭിമാനിച്ചിരുന്ന അരിമ്പൂരിൽ കഴിഞ്ഞ 2 തവണയായി UDF അധികാരത്തിൽ നിന്നും അകലെയാണ്. തിരിച്ചുവരവിനായി കൈമെയ് മറന്നുള്ള പോരാട്ടത്തിനാണ് അവർ ഒരുങ്ങുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ വികസന തുടർച്ചയ്ക്ക് ജനങ്ങളൊപ്പമുണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൂടുതൽ ആഴങ്ങളിലേക്ക് വേരുപടർത്താനായ സംഘടനാ സംവിധാനത്തിന്റെ കരുത്തും അവർ അവകാശപ്പെടുന്നു. BJP ആകട്ടെ ശക്തി കേന്ദ്രങ്ങൾക്കപ്പുറം കൂടുതൽ മേഖലകളിലേക്ക് പടർന്നു കയറാനുള്ള ഒരുക്കത്തിലുള്ള നീക്കങ്ങളിലാണ് മുന്നണികൾ.